നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഏലിയാസ് എന്ന് പറയുന്ന ഒരാളാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മിഥുനം ലഗ്നം, ലഗ്നത്തിൽ ഗുളികൻ, 2-ൽ വ്യാഴം, 3-ൽ ശനി, രാഹു, 6-ൽ ചന്ദ്രൻ, 7-ൽ ശുക്രൻ, 9-ൽ സൂര്യൻ, ബുധൻ, ചൊവ്വ, കേതു. ഇതാണ് ഗ്രഹനില എന്ന് പറയുന്നത്. വളരെ പഠന വിഷയമാക്കേണ്ട ഒരു ഗ്രഹനിലയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ല എന്ന് ആ വ്യക്തി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ലഗ്നത്തിലെ ഗുളികൻ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. 2-ൽ വ്യാഴം, 3-ൽ ശനി നല്ലതാണ്, എങ്കിലും രാഹു കൂടെയുണ്ട്. അതിന് ചില ദോഷവശങ്ങളും ഗുണവശങ്ങളും പറയേണ്ടതായിട്ടുണ്ട്. രാഹു അത് കഴിഞ്ഞതിന് ശേഷം 6-ാം ഭാവത്തിൽ 6-ൽ ചന്ദ്രൻ നിൽക്കുകയാണ്. 6-ൽ ചന്ദ്രൻ നിൽക്കുന്നത് കുറച്ചൊരു പ്രശ്നത്തിൽ. അപ്പം മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ 6-ലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വൃശ്ചികക്കൂറിൽ ജനിച്ചിരിക്കുന്ന ആളിൻ്റെ ഫലമാണ് ഈ നോക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ 7-ൽ ശുക്രൻ, 7-ാം ഭാവത്തിലേക്ക്. 7-ാം ഭാവത്തിൻ്റെ കാരകൻ ശുക്രനാണ്. ശുക്രൻ 7-ലേക്ക് വരുന്നത് ഗുണകരമല്ല. പ്രത്യേകിച്ച് മിഥുനം ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിലേക്ക് ശുക്രൻ. മിഥുനം ഒരു ഉഭയരാശിയാണ്. അതിൻ്റെ 7-ാം ഭാവത്തിലേക്ക് ശുക്രൻ വരുന്നത് ഒട്ടും തന്നെ ഗുണകരമല്ല. വിവാഹദോഷം, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ. വിവാഹം, ലൈംഗികതയെക്കുറിച്ചുമൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ അവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. അത് പറഞ്ഞു തരുന്നു, അതിൽ കൂടിയും നമുക്ക് മനസ്സിലാകുന്നു. പിന്നെ 9-ാം ഭാവത്തിൽ ആദിത്യൻ, ബുധൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങളുണ്ട്. 9-ാം ഭാവം ഭൂതകാലത്തെക്കുറിച്ച്, പൂർവ്വജന്മത്തെക്കുറിച്ച്, ഈ ജന്മത്തിലെ തന്നെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒക്കെ ഫലം പറഞ്ഞു തരുന്ന രാശിയാണ്. 9-ാം ഭാവമാണ്. അതിൽ സൂര്യൻ, ബുധൻ, ചൊവ്വ, കേതു. സൂര്യനും ബുധനും ചൊവ്വയും കേതുവും കൂടി 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വ്യക്തിയുടെ കഴിഞ്ഞ ജന്മം ഏറ്റവും ശ്രേഷ്ഠകരമായിരുന്നു എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം മഹാനായ മനുഷ്യനായിരുന്നു. ഒരുപാട് ഔന്നത്യമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. ആത്മീയ മേഖലകളിൽ അത്യുന്നതനായിരുന്നു. അതേസമയം അദ്ദേഹത്തിന് ഭരണ നൈപുണ്യവും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് പറയേണ്ടതായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഈ ജന്മത്തിൽ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത മഹാകാര്യങ്ങളോടൊപ്പം ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചുകൊണ്ട് ദുഃഖിതനായി, ദുരിതക്കാരനായി ഈ ജന്മത്തിൽ ജീവിക്കാനിട വരുന്നു എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ ആത്യന്തിക ഫലം ഇതാണ്. പൂർവ്വജന്മ കർമ്മഫലം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിനോടൊപ്പം തന്നെ അതിന് തുലവും തത്തുല്യമായി പാപകർമ്മങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും ആ പാപകർമ്മങ്ങളുടെ ലിസ്റ്റ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് പറയാൻ സാധിക്കുന്നതാണ്. എന്നാൽ അതിനെക്കുറിച്ച് പ്രത്യക്ഷത്തിൽ വീഡിയോയിലൂടെ തന്നെ ഞാൻ പറയാൻ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ ഇതറിഞ്ഞിരിക്കുക, പൂർവ്വജന്മം ഏറ്റവും മഹത്തരമായിരുന്നു എന്നും, എന്നാൽ അതിനോടൊപ്പം ചെയ്തിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നുമാണ്. 7-ലെ ശുക്രൻ്റെ നിൽപ്പ് അത്ര സുഖകരമല്ല. ഇതിന് സൂക്ഷ്മമായിട്ടുള്ള അപഗ്രഥനത്തിൽ ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്താലും അടുത്ത ജന്മത്തിലെ അതിൻ്റെ കുടിശ്ശികൾ സമ്പൂർണ്ണമായിട്ട് മാറ്റാൻ ഒക്കൂ എന്നുള്ളതും കൂടിയുണ്ട്. ഒരു പരിധിവരെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്ന് വെച്ചാൽ രക്ഷപ്പെടുക എന്ന് വെച്ചാൽ ബാഹ്യ ജീവിത ഉയർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. രക്ഷപ്പെടുക എന്നുള്ള വാക്കിന് ആത്യന്തികമായി വലിയ അർത്ഥമൊന്നുമില്ല. എവിടുന്ന് എങ്ങോട്ട്, ഏത് തരത്തിൽ രക്ഷപ്പെടണം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം നമുക്ക് അത് യഥാർത്ഥ തലത്തിൽ, എന്ന് വെച്ചാൽ ദാർശനികമായ തലത്തിൽ പറയാൻ കഴിയുകയില്ല. ഇപ്പോൾ രക്ഷപ്പെടുക എന്ന് ഞാൻ പറഞ്ഞത് ഈ ജന്മത്തിൽ ബാഹ്യ ജീവിത സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാൻ പറ്റിയ രീതിയിലേക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാനേ സാധിക്കൂ എന്നാണ് കാണുന്നത്. പരിഹാരങ്ങൾ ധാരാളമായിട്ട് ചെയ്യേണ്ടി വരും, സ്വയം ആചരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്തിരുന്നത്, ആ കാര്യങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണോ ചെയ്തിരുന്നത് എന്നുള്ളതെല്ലാം ചിന്താ വിഷയമാണ് കഴിഞ്ഞ ജന്മത്തിൽ. അപ്പോൾ നിലവിൽ ആ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തിരുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായ ലൈഫ് സ്റ്റൈലിലേക്കും, ജീവിതശൈലിയിലേക്കും, ഭക്ഷണശൈലിയിലേക്കും, കുടുംബ വ്യവസ്ഥയിലേക്കും, വ്യക്തിബന്ധങ്ങളിലേക്കും എത്തിപ്പെട്ടുകൊണ്ടുള്ള ഒരു ജന്മമാണ് നിലവിൽ ഈ ജന്മത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു നിലവിലുള്ള കാര്യങ്ങളും ഈ നിലവിലുള്ള കാര്യങ്ങളും എന്ന് വെച്ചാൽ അന്നത്തെ പ്രവർത്തികളുടെ യാതൊരു വിധത്തിലുള്ള ഭാഗ്യങ്ങളും
പ്രവൃത്തി ചെയ്തിരുന്ന കാലയളവിലേത് അനുഭവിക്കാതെ ഈ ജന്മത്തിൽ നരകതുല്യമായിരിക്കും. അപ്പോൾ പൂർവ്വജന്മ കർമ്മഫലം എന്താണെന്നുള്ളതാണ് ഇതിനകത്തെ രഹസ്യം. എന്നാൽ അതിന് ഒരു പൊതുവായ ഉത്തരവാണ് ഞാൻ പറയുന്നത്. പൂർവ്വജന്മം ഒരുപാട് ദോഷവും ചെയ്തിരുന്നു, ഒരുപാട് സാധ്യത. ഭരണ നൈപുണ്യം എന്ന് പറയുമ്പോൾ ഭരണാധികാരി, അപ്പോൾ ആത്മീയതയുള്ള ഭരണാധികാരിയായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ആത്മീയതയുള്ള ഭരണാധികാരികളായി മരിച്ചു പോയിരിക്കുന്ന ഒരു ഭാരതത്തിൽ തന്നെ വലിയൊരു ലിസ്റ്റുണ്ട്. അപ്പോൾ ഒരുപാട് വന്നിട്ട് അതിനിടയ്ക്ക് അവർ കാണിച്ചിരിക്കുന്ന ക്രൂരതകളെക്കുറിച്ചും ഒക്കെ ഉണ്ട്. ഇതേപോലെ ഏകദേശം ഫലം വരുന്ന പലവിധ ഗ്രഹനില, പലരുടെയും ഗ്രഹനിലകൾ ഞാൻ ശ്രദ്ധിക്കാനും വിശകലനം ചെയ്യാനും ഫലം പറയാനും ഇടയായിട്ടുണ്ട്. അത്തരത്തിലൊരു ഗ്രഹനിലയാണ്. ഇതിന് വരും കാലവും കൂടി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1979 ജനിച്ചതാണ്. വരും കാലം വളരെ ശ്രദ്ധിക്കണം. 60 വയസ്സിന് ശേഷമുള്ള കാലയളവിൽ ഇതിൻ്റെ ഫലം ശക്തമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാം. ഗുണവും വരാം, ദോഷവും വരാം. ഇതിന് കുറേ അനുഷ്ഠാനങ്ങൾ നല്ലതാണ്, ജീവിതശൈലികൾ മാറ്റിക്കൊണ്ടുവരുന്നത് നല്ലതാണ്, ഭക്ഷണശൈലി. അപ്പോൾ പൂർവ്വജന്മ ഫലം നോക്കുമ്പോൾ അതിനകത്ത് മാംസഭക്ഷണം കഴിച്ചിരുന്ന ആളുടെ ഫലമല്ല കാണിക്കുന്നത്. ഈ കാളിയെയും ശിവനെയും ഒക്കെ ധാരാളം ആചരിച്ചിരുന്നതിൻ്റെ ഫലങ്ങളും കൂടി കാണാം. 9ാം ഭാവം അവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഉപദേവതകൾ ഏതൊക്കെ, എന്തെല്ലാം ചെയ്തിരുന്നു എന്നെല്ലാം വരും. പിന്നെ ആയോധനം ചെയ്തിരുന്നു, ഭരണ നൈപുണ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് പീരീഡിലാണ് ജനിച്ച് മരിച്ചിരിക്കുന്നതെന്നും കൂടി നമുക്കതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ അറിയാനൊക്കെ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം ചെയ്തില്ലെങ്കിൽ ഈ ജന്മം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എത്രമാത്രം പരിശ്രമിച്ചാലും ആ പരിശ്രമം ഒരു തരത്തിലും ഫലപ്രദമാകാതെ പോകും. അതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു ഭയപ്പെടുത്തലല്ല, എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. പിന്നെ ദിവസം നിങ്ങൾക്ക് ഉപവാസം എന്നുവെച്ചാൽ വ്രതം അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ശനിയെ പ്രകൃതി, പ്രത്യേകിച്ച് ഏലിയാസ് എന്നുള്ള പേര് കേട്ടപ്പോൾ അത് മറ്റൊരു മതത്തിൽപ്പെട്ടതായതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ പരസ്യമായി വയ്ക്കുക എന്നുള്ളത് അത്ര ആശാസ്യകരമായിട്ട് തോന്നുന്നില്ല. അതിന് വേണ്ടുന്ന പരിഹാര പദ്ധതികളുണ്ട്, അതും കൂടി നമുക്ക് ചെയ്യാനാവുന്നതാണ്, ചെയ്യാൻ പറഞ്ഞു തരാൻ കഴിയുന്നതാണ്. അത് വേണമെങ്കിൽ അത് നേരിട്ട് ബന്ധപ്പെടുകയോ മറ്റോ ചെയ്താൽ അത് പറഞ്ഞു തരാൻ കഴിയുന്നതാണ്. പിന്നെ ലഗ്നത്തിലെ ഗുളികൻ ശിരോരോഗബാധയൊക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നുണ്ട്. ശിരോരോഗബാധയെക്കുറിച്ചൊക്കെ അത് വളരെ ശ്രദ്ധിക്കണം. പിൽക്കാലത്തും ശിരസ് സൂക്ഷിക്കണം. അപ്പോൾ ഇത് മിഥുനം ലഗ്നത്തിൽ ഗുളികൻ എന്ന് പറഞ്ഞതിൻ്റെ ലഗ്നാധിപൻ 9ലാണ്, 2ൽ വ്യാഴമാണ്. അവിടെയൊക്കെ കുറേയേറെ ദോഷഫലങ്ങളുണ്ട്. വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഫലം നോക്കിയിട്ട് താങ്കൾ ഈ ദോഷങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് നിർവഹിക്കേണ്ടതാണ്. ശക്തമായി നിർവഹിക്കുക എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് നിർവഹിക്കുക എന്നുള്ളതല്ല, അത് സൂക്ഷ്മമായി അപഗ്രഹിച്ചിട്ട് പറയുന്ന പരിഹാര പദ്ധതികൾ, ഭക്ഷണശൈലികൾ, ജീവിതശൈലികൾ, ആഹാര നീഹാരാദികൾ ഇതെല്ലാം ചിന്തിച്ചും കണ്ടും പോവുകയും ഒക്കെ ചെയ്യണം. ലഗ്നാധിപൻ 9ലേക്ക് നിൽക്കുന്നു. അപ്പോൾ പൂർവ്വജന്മം എത്രയോ മഹനീയതയുള്ളതായിരുന്നു എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എത്രയോ മഹനീയമായിരുന്നു താങ്കളുടെ പൂർവ്വജന്മം, എത്ര മഹനീയമായിരുന്നു. അപ്പം സാധാരണഗതിയിൽ നമുക്ക് ചെറുതാക്കി പറയാനാവുന്നതോ എന്തെങ്കിലും ഭോഗസുഖങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിച്ച ഒരാളിൻ്റെയോ വ്യക്തിത്വത്തെക്കുറിച്ചല്ല പൂർവ്വജന്മത്തിൽ പറയേണ്ടത്. ഇപ്പം പൂർവ്വജന്മത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അത്രയും സാമൂഹ്യ പരിഷ്കർത്താവും ഭരണ നൈപുണ്യമുള്ള ആളും ആത്മീയതയുള്ള ആളും. ആത്മീയത വെച്ചാൽ ഭജനം പാടിയിരിക്കുക, പ്രാർത്ഥിക്കുക എന്നൊന്നുമല്ല, ബോധവികാസത്തിൻ്റെ അനന്തതയിലേക്ക് എത്തി നിൽക്കുന്നവരെ കുറിച്ചാണ് അവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു മഹാനായിട്ട് ജനിച്ചു മരിച്ചിരിക്കുന്നു എന്നാണ്. അത് ദിക്ക് വരെയും നമുക്ക് ഏറെക്കുറെ നമുക്ക് ദിക്ക് വരെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ ജന്മത്തിൽ താങ്കൾ ദോഷം മാറാൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ വളരെ വേഗം ചെയ്യാൻ സാധിക്കാൻ ഇടവരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കാരണം താങ്കൾക്ക് ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് പോകും. ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണത ഉണ്ടായിട്ടില്ല, പൂർണ്ണത ഉണ്ടാവുകയില്ല എന്നാണ് കാണിക്കുന്നത്. കുറേയൊക്കെ മാറ്റം വരാം. കൂടുതൽ ഇതിലേക്ക് നേരിട്ട് നോക്കി പറയുമ്പോൾ ദോഷത്തിൻ്റെ ആധിക്യം കൂടുതലായിട്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും താങ്കൾ ശ്രദ്ധിക്കുക. ഒരു കഴിഞ്ഞ കാലം, ഒരു പൂർവ്വജന്മം വളരെ മഹനീയവും ഈ ജന്മം വളരെയേറെ ദുഃഖകരവും ദുരിതപൂർണവുമായി വരികയും ആ പ്രവൃത്തികളുടെ ഫലത്താൽ അതിനനുസൃതമായ മാതാപിതാക്കളിലും സമൂഹത്തിലും ദേശങ്ങളിലുമേ പോയി ജനിക്കുകയുള്ളൂ. അങ്ങനെയും കൂടി വരും. കുടുംബമഹിമ, മാതാപിതാക്കളുടെ മഹിമ, ദേശമഹിമ, സൗഹൃദങ്ങളിൽ പോലും നമ്മൾക്ക് ഇതിൻ്റെ ഒരു കെണി വരും. നമ്മളെ സഹായിക്കാൻ തന്നെ എത്ര പേരുണ്ടാകാനിടയുണ്ട്. സഹായിക്കുന്നവർ തന്നെ ശരിയായി സഹായിക്കുകയാണോ അതോ തിരിച്ചു ചോദിച്ചുകൊണ്ട് അലട്ടുന്നവരാണോ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവിടെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് താങ്കൾ
വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ഇതിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ശിവഭജനമൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ തന്നെയുള്ള സൂക്ഷ്മ ഉപാധി എന്ന് പറയാൻ അതിൽ ഏത് ഭാവത്തിനെ വേണം നിർവഹിക്കാനെന്നൊക്കെയുണ്ട്. അത് വളരെ ഗഹനമായ കാര്യങ്ങളാണ്. അത് അറിയാൻ താങ്കൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ കമൻറ്റുകളുടെ അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. കുറേ ദീർഘയാത്രകളും പല വിധത്തിലുള്ള പരിപാടികളും എല്ലാം ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും സാധിച്ചിരുന്നില്ല. യൂട്യൂബിലെ കമൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാനും സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഇതിൽ കമൻറ്റ് വന്നിരിക്കുന്നതിനെല്ലാം തന്നെ മറുപടികളായിട്ട് മറ്റാരൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പലതും തന്നെ ശരിയുമല്ല, പലതും അപൂർണമായിട്ടും ഒക്കെയുണ്ട്. അപ്പോൾ ഈ കമൻറ്റുകൾ ഇടുന്നവർ ശ്രദ്ധിക്കുക, തിരിച്ചൊരു കമൻറ്റായിട്ട് ഞാൻ വീഡിയോയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാരണവശാലും നേരിട്ട് അതിന് താഴെയായിട്ട് എഴുതാൻ വരുന്നില്ല. പിന്നെ എൻ്റെ രൂപമൊക്കെ നോക്കിയിട്ട് എന്താ ഷാള് വെച്ചത്, ഉടുപ്പ് മാറ്റിയതെന്നൊക്കെ ചോദിച്ചാൽ ആരോ ഒരാൾ വന്നിരുന്നു. അയാൾക്ക് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, എപ്പോഴോ വീഡിയോ നോക്കിയപ്പോൾ. ഒന്നാമത് ഇപ്പോഴും ഈ മഞ്ഞുമാസങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഉത്സാഹം പൊതുവേ ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ആരംഭിക്കുന്ന മാസങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ സബ്ജക്റ്റ് തന്നും ഒക്കെയുള്ള പ്രഭാഷണങ്ങളും എനിക്കുണ്ട്. അങ്ങനെ ആത്മീയ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തിരസപ്രധാനമായ കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളുമായിരിക്കും കൂടുതലും ഞാൻ ജ്യോതിഷത്തിനേക്കാൾ ഉപരിയായിട്ട് ഇതിനോടൊപ്പം നടത്തുന്നത്. അത്രയും കാര്യങ്ങൾ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സമയം ലഭിക്കാതെ പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരം കമൻറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓർക്കുക, കമൻറ്റുകൾ പലതും തന്നെ ഒന്നും ഞാൻ പ്രിപ്പയർഡായിട്ട് ബോധപൂർവം ഇതിനുവേണ്ടി ഇങ്ങനെ മറുപടി പറയണം എന്നുള്ള രീതിയിലല്ല ചെയ്യുന്നത്. ഇതുവരെയുള്ള എൻ്റെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് 28 വർഷമായി ജ്യോതിഷം ചെയ്യുന്ന എൻ്റെ അനുഭവ സമ്പത്തും അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും നിധിധ്യാസനത്തിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഞാൻ ഈ പറയുന്നത്. പലതും നേരിട്ട് വരുമ്പോൾ ആളുകൾ പറയാറുണ്ട്, ഒരു ക്യാമറയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് അങ്ങ് നേരിട്ട് വരുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇതിന് താഴെ വന്നിട്ട് കമൻറ്റുകൾ ഇടുമ്പോൾ ആ കമൻറ്റുകൾ ഇടുന്നവർക്ക് മറുപടിയായിട്ട് മറ്റ് കമൻറ്റുകൾ ആരൊക്കെയോ കൊടുക്കുന്നുണ്ട്. ആ അഭിപ്രായങ്ങളൊന്നും തന്നെ പലതും എൻ്റേതല്ല. അത് ശ്രദ്ധിക്കണം. മീക്ഷ എന്നോ മംഗലം സഞ്ജയനെന്നോ എന്ന് പറയുന്ന ഐഡിയിലൊക്കെ കൂടെ വന്നാൽ അങ്ങനെ 2 ഇമെയിൽ ഐഡിയെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ സാധാരണയായിട്ട്. അതിലൂടെ വന്ന് മറുപടി ഞാൻ എപ്പോഴെങ്കിലും തരുന്നെങ്കിൽ മാത്രം അത് എൻ്റെ മറുപടിയായിട്ട് മനസ്സിലാക്കുക, മറ്റുള്ളതൊന്നുമല്ല. കാരണം വന്ന മറുപടികളിൽ നിങ്ങൾ ആരൊക്കെയാണോ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യത്തിന് വന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ പലതും അപൂർണവും പലതും ശരിയുമല്ലാത്തതുണ്ട്. ഈ എൻ്റേതായ വീക്ഷണകോണത്തിൽ നിന്ന് പറയുകയാണ്. ആ പറഞ്ഞവർക്ക് അത് ശരിയെന്ന് തോന്നിയിരിക്കാം. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ കാണാവൂ. നിങ്ങൾക്ക് എന്നോട് ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഓരോ വീഡിയോയായി തന്നെ ഞാൻ ഉത്തരമിടുന്നുണ്ട്. ഇനിയും അത്രമാത്രം സംശയം വീണ്ടും നിലകൊള്ളുന്നുവെങ്കിൽ എന്നോട് സംസാരിക്കാം. എൻ്റെ 2 നമ്പറുകളും കൊടുത്തിട്ടുണ്ട് മൊബൈലിൽ. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയോ നേരിട്ട് വന്ന് എൻ്റെ ജ്യോതിഷ സേവനം സ്വീകരിക്കുകയോ ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ലഭ്യമാണ്. അതിനും എന്നെ വിളിക്കാം, ഏതാണെങ്കിലും ചോദിക്കാം. മറ്റ് ജ്യോതിഷികൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ചോദ്യകർത്താക്കന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങും ലഭ്യമാകുന്നില്ല എന്ന് ധാരാളം പറയുന്നത് കൊണ്ട് തന്നെയാണ് ചോദ്യം ശ്രദ്ധിച്ചിട്ട് ഉത്തരം തരുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പൊന്നുമില്ല. ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ വീഡിയോ ചെയ്യുന്നു, ആ ചോദ്യങ്ങൾ അപ്പോൾ തന്നെ നോക്കിയിട്ടാണ് മറുപടി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അതിലൂടെ ഉന്നയിക്കുമ്പോൾ ആരെങ്കിലും മറുപടികൾ നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ അത് എൻ്റേതാണോ ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെ വന്നിരുന്ന് എഴുതാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ഒന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്.